ദൈവത്തിന് മഹത്വം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും വന്ദനം. 32-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അഥവാ ആ പാപം മറച്ചു കിട്ടിയ, ലംഘനം മായ്ച്ചു കിട്ടിയ മനുഷ്യന്റെ ഭാഗ്യകരമാകുന്ന അവസ്ഥയെ കുറിച്ച് അവിടെ പാടുകയാണ്. അപ്പോൾ തന്നെ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ ഉള്ള ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനും ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത് ദൈവം അഭക്തനെ നീതീകരിക്കുന്നു എന്നതാണ്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ആ നീതീകരണം ഉണ്ടാകുന്നത് എന്ന് അവിടെ എടുത്തു പറയുകയാണ്. ഈ അനുഗ്രഹീത അവസ്ഥ പരിച്ഛേദനക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അതല്ല, ജാതികൾക്കും അഥവാ അഗ്രചർമ്മികൾക്കും കൂടെ ഉൾപ്പെട്ടതാണ് ആ ഭാഗ്യകരമാകുന്ന അവസ്ഥ എന്നതാണ് വിശുദ്ധ പൗലോസ് ഈ ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ പരിച്ഛേദനയ്ക്ക് മുൻപ് വിശ്വാസം വന്നു എന്ന് അവിടെ എടുത്തു പറയുകയാണ്. അബ്രഹാം വിശ്വാസത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് പരിച്ഛേദന എന്ന അടയാളം തനിക്ക് നൽകിയത് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിനെ അബ്രഹാമിന്റെ വിശ്വാസ നീതിക്ക് മുദ്രയായിട്ട് പൗലോസ് വിളിച്ചിരിക്കുന്നതും നമുക്ക് അവിടെ മനസ്സിലാക്കാം. പരിച്ഛേദന ഏൽക്കാതെ വിശ്വാസത്തിൽ വന്ന എല്ലാവരുടെയും പിതാവാണ് അബ്രഹാം എന്നാണ് ഇവിടെ തറപ്പിച്ച് പറയുന്നത്. അതായത് വിശ്വസിക്കുന്ന എല്ലാ ജാതികളുടെയും ആത്മീയ പിതാവാണ് അബ്രഹാം എന്നതാണ്. വെറുതെ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രം, വിശ്വാസം ഏറ്റുപറഞ്ഞത് കൊണ്ട് മാത്രം അത് നടക്കുകയല്ല. തുടർന്ന് ആ കാലടികളിൽ നടക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ, നമ്മുടെ ഭാരതം ഏതാണ്ട് ദേശീയ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 19 വർഷമായി. ഈ ആഗസ്റ്റ് മാസമൊക്കെ അത് കൂടുതൽ ഓർക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസമാണല്ലോ ഈ മാസം. എന്നാൽ പലവിധമാകുന്ന വിഷയങ്ങളിൽ മനുഷ്യൻ ഇന്നും സ്വാതന്ത്ര്യമില്ലാതെ പല പ്രതികൂലങ്ങളിൽ കൂടി അവൻ കടന്നു പോകുന്നു. ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അതാണ് ഈ ഭാഗങ്ങളിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു നമ്മിൽ വാഴുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ഒരു വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെയുള്ള വിശ്വാസവീരൻ ഭയപ്പെടുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്യുകയില്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ലോകം മുഴുവനും എതിരായാലും ആരെല്ലാം എതിരായാലും അങ്ങനെയുള്ള ഒരു വിശ്വാസവീരൻ ഒരിക്കലും അതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞോടുകയില്ല എന്നതാണ് വാസ്തവം. അതിന് യേശുവിന്റെ ആ കാൽവറി യാഗത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, യേശുവിന്റെ ആ തിരുരക്തത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒരു ഭക്തൻ മുൻപോട്ടോടേണ്ടത് ആവശ്യമാണ്. അവന് മാത്രമേ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ അവൻ ഒറ്റയ്ക്കല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം അവനെ ജയകരമായി മുൻപോട്ട് നടത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, അപ്രകാരം ആ പൂർണ്ണമായ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായി ലംഘനം
പാപം മറച്ചു കിട്ടി എന്ന പൂർണ്ണമായ ആ വിശ്വാസത്തിലേക്ക് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.